നമ്മളും മനുഷ്യരാണ്. ചോരയും നീരും വികാരവും ഒക്കെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. നമുക്കൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ ഇതിന് അനുമതി കൊടുത്ത മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തമില്ലേ? അതിൻ്റെ എഞ്ചിനീയർമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ഇത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പേരിലേക്ക് നമ്മുടെ മുഴുവൻ സമ്പാദ്യവും വാങ്ങിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തെന്ന ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമില്ലേ? സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഒരു മാനുഷിക പരിഗണന വെച്ച് നമുക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നത് വരെ നമ്മൾക്കിവിടെ താമസിക്കാൻ ഒരു സംവിധാനം സർക്കാർ അനുവദിച്ചു തരുന്നവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് താമസിക്കാൻ, നമ്മുടെ മക്കൾക്ക് മഞ്ഞും വെയിലും കൊള്ളാതെ സുരക്ഷിതമായി താമസിക്കാൻ ഒരു കൂര മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്, അത് നമ്മുടെ ജീവൽ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ഇന്നൊരു സമര പരിപാടിക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയണം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ ഫ്ലാറ്റിലെ മുതിർന്ന അംഗവും എക്സ് മിലിറ്ററിയും നമ്മുടെ രക്ഷാധികാരിയും ഉപദേശിയും നെടുന്തൂണുമൊക്കെയായ നമ്മുടെ സുമേഷ് ഏട്ടനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. പക്ഷെ ഇന്ന് ഞാൻ 11 വർഷം മുമ്പ് ദുബായിൽ പോയ ഒരാളാണ്. അവിടെ ഡ്രൈവർ പണി എടുത്തിട്ടാണ് 11 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ തുക മുഴുവൻ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടാണ് ഈ ഫ്ലാറ്റ് ഞാൻ വാങ്ങിയത്. അതിന് പുറമെ നാട്ടിലുള്ള എൻ്റെ വീടും പറമ്പും വിറ്റു. ഇവളുടെ കംപ്ലീറ്റ് സ്വർണ്ണങ്ങൾ എടുത്തിട്ട് വിറ്റ്, എന്നിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു ഫ്ലാറ്റ് വാങ്ങിയത്. എനിക്കിനി വേറെ വീടില്ല. ഇനിയുള്ള ജീവിതം ഇവിടെ ആവണമെന്ന് ആഗ്രഹിച്ച് വന്നവരായാണ്. അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങളെല്ലാവരുടെയും വിഷമം എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ നമ്മളെല്ലാവരും ശക്തമായിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. നമ്മൾ ആരും ഇവിടെ നിന്ന് ഇറങ്ങില്ല. മൂപ്പരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് എല്ലാ ഓഫീസിലും കയറി ഇറങ്ങിയിരിക്കണേ. ഒരുപാട് നിയമങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ശരിയാക്കിയിട്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത്. എന്നിട്ട് ഇപ്പൊ ഓരോ എന്നെ പറയണ് ആ നിയമം ഒക്കെ തെറ്റാണ്, ഇതിപ്പോ ഇവിടുന്ന് മാറണമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇവിടുത്തെ കറണ്ട് വന്ന് കട്ട് ചെയ്തത്, ഗ്യാസ് കട്ട് ചെയ്ത്, വെള്ളം കട്ട് ചെയ്ത്. ഇതൊന്നുമില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കുക? ഇപ്പൊ നമ്മളെന്തോ മനുഷ്യന്മാരല്ല, എന്തോ തീവ്രവാദികളോട് നമ്മളോട് പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. നമ്മള് തീവ്രവാദികളാണ്? അല്ലല്ലോ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയല്ലേ. അപ്പൊ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവിടുന്ന് പോവില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. ശക്തി വന്നാലും നമ്മളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുന്നു. നമ്മളെ കുടിയിറക്കുന്നതിനെതിരെ നാളെ മുതൽ അതിശക്തമായ സമരപരിപാടികളുമായി നമ്മൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. നമ്മൾ വിജയിച്ചേ ഇറങ്ങൂ. എന്തിനാ ഫയലെടുക്കുന്നത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കിട്ടല്ലേ ഉണ്ണേ, ഉണ്ണേ, ഞാൻ എവിടെ പോയി എടുക്കാൻ? ഉണ്ണേ ഒന്ന് കിടോ സാറേ. ഞാനേ വേർക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഡോക്ടറെ പോണ? അല്ല, വെള്ളത്തിന് കക്കൂസ് പോണ? വെള്ളപ്പ വെച്ചേ എന്താ അടി അടി സാധാരണ ഇവിടെ വെള്ളം കൊണ്ട് ഒരാഴ്ചയിൽ വെള്ളം പൊറ്റിയാ സാറേ ഏടില്ലത്. എന്റെ ബാഗില് ബാഗ് നോക്ക്, അതേടി ഇല്ലത് വെള്ളം കേരള സഞ്ചാരം എടുക്കുന്നത് എനിക്കറിയില്ല. ആശുപത്രി പോണ വേണ്ട. അയ്യോ, 3-4 ഉണ്ടല്ലേ, ഒരു 2 എടുത്തോട്ടെ. ഞാൻ
എന്താ കാണിക്കുന്നത്? ആള് ചാവാൻ നിൽക്കുമ്പോഴാണ് നീ വീണ്ടും ഒരു ചോയുണ്ട്. ആക്കിട്ടല്ലേ വേണ അതിന് വേണ നല്ലോണം വെള്ളം കുടിക്കും. ഇനി മതി, നല്ലോണം വെള്ളം കുടിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്വപ്നം കണ്ടോളില്ലേ? എന്ത്? സുപ്രീം കോടതിയിൽ നിന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്താ ചിരിക്കുന്നത്? സുപ്രീം കോടതിക്ക് പരൽമീനും മത്തിക്കുഞ്ഞൊന്നും പോരാ, വലിയ സ്രാവ് തന്നെ വേണം. നമ്മളുണ്ടാക്കിയ അപരാധത്തിൽ ആ പാവൻ ചീഫ് സെക്രട്ടറി കോടതിയിൽ പോയി സമാധാനം പറഞ്ഞോളും. എന്നാലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തം കിട്ടില്ല. ഇതെന്തിനാ ഇതൊക്കെ തുറന്നു നോക്കുന്നത്? ഫയല് അതവിടെ വെച്ച് ടെൻഷൻ ഇരിക്കണ്ട. ആളുകൾ ഓരോരുത്തരും ഇങ്ങനെ കാശ് അടക്കടക്കാക്കി കൊണ്ടുവന്നപ്പോൾ മേടിച്ച് വെച്ചു. പേരപ്പണി നടക്കല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരിക്കും തലവേദന എടുക്കുന്നുണ്ടാ? തലവേദന അല്ല, എന്താന്ന് ഞാൻ ചെയ്യാ? ഓ, ഈ ജോലി പോവാന്ന എന്റെ പേടിപ്പോഴേ. സാറ് ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി പേടിക്കണ്ട. പേടിക്കാൻ വേണ്ടി വലിയ വലിയ കാര്യം വരുന്നുണ്ടല്ലോ. എന്താ അത്? സാറിന്റെ സ്വത്ത് കണ്ടു കിട്ടുന്നത്, ജയിലിൽ പോകുന്നത്, പിന്നെ ഗോതമ്പുണ്ട തിന്നത്. ഇതൊക്കെ സംഭവിക്കണ കാര്യം എന്നാ നീ പറഞ്ഞത്? അത്രക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ്ടാ നീ പറഞ്ഞു? എനിക്കൊന്നും പിടുത്തം കിട്ടില്ല, സ്വസ്ഥത കിട്ടണില്ല എനിക്ക്. ഒരു കാര്യം സാറേ, സാറേ ഒരു ടെൻഷൻ വിട്, വരുന്നത് വരും, ഉറപ്പ് വരും. പറഞ്ഞത് നീ പറഞ്ഞതൊക്കെ അല്ലേ? എങ്ങനെ പിന്നെ സമാധാനമായിട്ട് ഇരിക്കുന്നത്? നാട്ടുകാർ മൊത്തം ഇവറ്റകൾക്ക് അറിയില്ല ഇതൊക്കെ അനധികൃതമായിട്ടുള്ള സ്ഥലമാണ്. ഗവൺമെന്റ് കാശ് കൊണ്ടുവന്ന് നടത്തിയിട്ടല്ലേ സാധനങ്ങള്. ഇപ്പൊ ഞാനെന്ത് ചെയ്തിരിക്കുന്നു? മറിമായം